ശിവായ നമഃ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാളി കാളി മഹാകാളി ഭദ്രകാളി കപാലിനി. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ശക്തി പരാശക്തി. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് നമുക്ക് ദേവീ മാഹാത്മ്യത്തിലെ 9-ാം അധ്യായമായ നിശുംഭവധമാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രാമായണ മാസമാണ്. എല്ലാവർക്കും അറിയാമല്ലോ രാമായണ മാസമാണ്. അപ്പോൾ രാമായണമൊക്കെ എല്ലാവരും പാരായണം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ രാമായണത്തിൻ്റെ ഒരു ക്ലാസ് ഞാൻ എടുത്ത് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ സീതാദേവി, ലക്ഷ്മി ദേവിയിൽ നിന്ന് തന്നെ വന്ന സീതാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ത്യാഗമയായിട്ടുള്ള, അത്രയും സ്നേഹമയായിട്ടുള്ള ഒരു ദേവിയാണ് സീതാദേവി എന്ന് പറയുന്നത്. ആ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ ഒരു അശോകവനിയിൽ കൊണ്ട് സീതാദേവി ഇരുത്തുമ്പോൾ ഒരുപാട് രാക്ഷസിമാരുടെ ഇടയിലാണ് ദേവീനെ കൊണ്ടിരുത്തുന്നത്. പക്ഷെ ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരം ആയതുകൊണ്ട് സീതാദേവിയോട് അവർക്കൊന്നും തന്നെ, അവരെ ഒരുപാട് ദേവി ഉപദ്രവിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്, ഒരുപാട് ശാസിക്കുന്നുണ്ട്. രാവണന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് അവര് വളരെയധികം പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും ദേവി അതിനെ എല്ലാം എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. രാവണൻ വന്ന് പല പ്രാവശ്യവും പറയും, നിന്നെ ഞാൻ വലിയ രാജകുമാരിയായിട്ട് വാഴിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിയോട് വളരെയധികം ധാർഷ്ട്യമായിട്ട്, വളരെയധികം ക്രൂരമായിട്ടൊക്കെ പെരുമാറും, പല രീതിയിൽ പെരുമാറും. അപ്പോഴെല്ലാം ആ സീതാദേവി അതിനെയെല്ലാം തടുത്തുകൊണ്ട്, അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം പ്രതികരിച്ചുകൊണ്ട്, അത്രയും ദേഷ്യത്തോട് തന്നെ പ്രതികരിച്ചുകൊണ്ട് ദേവി അത്രയും ശക്തിയായിട്ട് അത്രയും പ്രതികരിച്ച് സീതാദേവി നിന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും വേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ മിക്ക സ്ത്രീകളും ക്യാഷാണ് വലുത് എന്നുള്ള രീതിയിലാണ് പല തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോയി ചാടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ വലിയ തെറ്റുകളിലേക്കൊന്നും പോയി ചാടാതിരിക്കാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യുന്നത്, അവരുടെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെയാണ്, പല രീതിയിലുള്ള വീഡിയോസാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും വൾഗറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നു. നമുക്ക് ആർക്കും ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടമല്ലേ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ വിഷയത്തിലോട്ടൊന്നും കൂടുതലായിട്ട് പോവണ്ട. പിന്നെ അതവരുടെ ഇഷ്ടമായിരിക്കാം. പക്ഷെ എന്തൊക്കെ ആയാലും ശരി തന്നെ, നമ്മുടെ സംസ്കാരത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അങ്ങനെയൊക്കെ കാണിക്കണമെന്ന്. നമ്മുടെ എന്നല്ല, ഒരു സംസ്കാരത്തിലും ദൈവഭയമുള്ള അല്ലെങ്കിൽ ദൈവഭക്തിയുള്ള ഒരു സംസ്കാരത്തിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് ആ സീതാദേവിയെ പോലെ ആ ഒരു പ്രതികരിക്കാനുള്ള ആ പ്രതികരണ ശേഷിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് 9-ാം അധ്യായം നിശുംഭവധമാണ്. അപ്പോൾ ദേവീനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം, പാരായണം ചെയ്യാം. രാജോവാച വിചിത്രമിതമഖ്യാതം ഭഗവൻ ഭവതാ മമ ദേവ്യാ ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം. അലയോ സുമേധസു മഹർഷേ, രക്തബീജവധത്തോടു കൂടിയതായി ആശ്ചര്യമായിരിക്കുന്ന ഈ ദേവീ ചരിത്ര മാഹാത്മ്യത്തെ അവിടുന്ന് എന്നോട് പറഞ്ഞു. അലയോ സുമേധസു മഹർഷേ, അലയോ മമതാരഹിത ഭഗവാൻ, രക്തബീജവധ വിഷയമായി അത്ഭുതമായിരിക്കുന്ന ഈ ചണ്ഡികയുടെ ചരിതത്തിന്റെ മഹാത്മ്യം എന്നോട് പറയപ്പെട്ടു. അതായത് ദേവിയെക്കുറിച്ചുള്ള ആ ചണ്ഡികാ ദേവിയെക്കുറിച്ചുള്ള ആ ഒരു കാര്യമാണ് പറയപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്.
രാജാവിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഭൂയച്ചേച്ഛാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാര ശുംഭോയൽ കർമ്മ നിശുംഭച്ചാതി കോപനേ. അല്ലയോ സുമേധസ് മഹർഷി, രക്തബീജാസുരൻ ദേവിയാൽ കൊല്ലപ്പെട്ടപ്പോൾ അതികോപിഷ്ഠനായ ശുംഭനും നിശുംഭനും പിന്നെ എന്തൊരു കർമ്മമാണ് ചെയ്തത് എന്ന് കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ സുമേധസ് മഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ സുമേധസ് മഹർഷി, ദേവിയാൽ ആ മഹാദൈത്യനായിട്ടുള്ള രക്തബീജൻ വധിക്കപ്പെട്ടപ്പോൾ അതികോപിഷ്ഠനായിട്ടുള്ള ശുംഭനും നിശുംഭനും അതിനുശേഷം എന്താണ് ചെയ്തത് എന്ന് എനിക്ക് അറിയണം എന്ന് ചോദിക്കുകയാണ്. ഋഷിരുവാജാം ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭച്ചാഹദേശന്യേഷു ചാഹവേ. അല്ലയോ രാജാവേ, യുദ്ധത്തിൽ ദേവി രക്തബീജനെയും മറ്റുള്ള അസുരന്മാരെയും കൊന്നു വീഴ്ത്തിയപ്പോൾ ശുംഭാസുരനും നിശുംഭാസുരനും അസാമാന്യമായി കോപിച്ചു. അപ്പോ ഈ ദുഷ്ടനായ രക്തബീജനെ ദേവി വധിച്ചപ്പോൾ അതില് ശുംഭാസുരനും നിശുംഭാസുരനും വളരെയധികം കോപിക്കുകയാണ് ഉണ്ടായത്. ഹന്യമാനം മഹാസൈന്യം വിലോക്യാമർഷമുദ്വഹൻ അഭ്യദാവന്യശുംഭോ ഫദാ മുഖ്യയാഫാസുരസേനയാം. അനന്തരം ശുംഭൻ ആ വലുതായ സൈന്യത്തെ കൊല്ലപ്പെട്ടതായി കണ്ട് കോപാവിഷ്ടനായിട്ട് തന്റെ മുഖ്യമായ അസുരപ്പടയോടുകൂടി ദേവിക്ക് അഭിമുഖമായി ഓടി. അങ്ങനെ ഈ രക്തബീജൻ വധിച്ചത് അറിഞ്ഞിട്ട് ശുംഭനും നിശുംഭനും എന്ത് ചെയ്യുകയാണ്, തന്റെ അസുരപ്പടയോട് കൂടിയിട്ട് ദേവിയെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ നേർക്ക് ഓടി വരികയാണ്. തസ്യാഗ്രതസ്തദാ പൃഷ്ഠേ പാർശ്വയേയോച്ഛാമഹാസുരഃ സംദൃഷ്ടൗഷ്ടപുടാഃ ക്രുദ്ധാ ഹന്തും ദേവിമുപായയൂഃ. നിശുംഭന്റെ മുമ്പിലും പിറകിലും ഇരുവശത്തും മഹാസുരന്മാർ ചുണ്ടുകടിച്ചുകൊണ്ട് കോപത്തോടുകൂടി ദേവിയെ താടിക്കുന്നതിനായി സമീപത്തിൽ ചെന്നു. അങ്ങനെ നിശുംഭന്റെ മുമ്പിലും പിറകിലും ഇരുവശത്തും എന്ത് ചെയ്യുകയാണ്, ഈ മഹാസുരന്മാര് ചുണ്ട് കടിച്ചുകൊണ്ട് കോപത്തോടുകൂടി ദേവിയെ താടിക്കുന്നതിനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ദേവിയെ ഉപദ്രവിക്കുന്നതിനായിട്ട് ഈ ശുംഭനും നിശുംഭനും ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആജഗാമ മഹാവീര്യഃ ശുംഭോഃ വിസ്വബലൈർവൃതഃ നിഹന്തും ചണ്ഡികാം കോപാൽ കൃത്വാ യുദ്ധം ദുമാദൃഫീഃ. അതിപരാക്രമിയായ ശുംഭാസുരൻ സ്വസൈന്യങ്ങളാൽ ചുട്ടപ്പെട്ടവനായിട്ട് സപ്തമാതൃക്കളോടുകൂടി എതിർത്ത് യുദ്ധം ചെയ്യുന്നതിന്റെ ശേഷം കോപം നിമിത്തം ചണ്ഡികാദേവിയെ നിഗ്രഹിക്കുന്നതിനായി നിന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, കോപത്തോടു കൂടി ആ ചണ്ഡികാദേവിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ സപ്തമാതൃക്കളോടുകൂടി എതിർത്തിട്ട് ചണ്ഡികാദേവിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ശുംഭാസുരൻ തന്റെ സൈന്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. തതോ യുദ്ധമതീവാസി ദേവ്യോ ശുംഭാ നിശംഭയോഃ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷതോഃ. അനന്തരം വർഷിക്കുന്ന രണ്ട് കാർമേഘങ്ങളെ പോലെ അതിഭയങ്കരമായ ശരവർഷം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ശുംഭ നിശുംഭന്മാരും ദേവിയുമായി കഠിനമായ യുദ്ധമുണ്ടായി. അങ്ങനെ ദേവിയുമായിട്ട് നിശുംഭന്മാരോട് കൂടി ദേവി കഠിനമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ചിച്ചേദാസ്താം ചരാസ്തവ്യാം ചണ്ഡികാ സ്വശരോൽക്കരൈഃ താടയാമാസ ചാങ്കേഷു ശസ്ത്രൗഘൈരസുരേശ്വരൗഃ. ആ ശുംഭനിശുംഭന്മാർ പ്രയോഗിച്ച ബാണങ്ങളെ ചണ്ഡികാദേവി തന്റെ ശരനിരകളെ കൊണ്ട് ഖണ്ഡിക്കുകയും അസുരേശ്വരന്മാരായ അവരെ അംഗങ്ങളിൽ ബാണസമൂഹങ്ങളെ കൊണ്ട് താടിക്കുകയും ചെയ്തു. അങ്ങനെ ചണ്ഡികാദേവി എന്ത് ചെയ്യുകയാണ്, തന്റെ ശരനിരകളെ കൊണ്ട് ആ ദുഷ്ടന്മാരായ അസുരന്മാരുടെ ബാണങ്ങളെയെല്ലാം ഖണ്ഡിക്കുകയും അതുപോലെ തന്നെ ബാണസമൂഹങ്ങളെ കൊണ്ട് താടിക്കുകയും ചെയ്യുകയാണ്. നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാദായ സുപ്രഭം അതാടയൻ മൂർധനി സിംഹം ദേവ്യവാഹനമുത്തമം. നിശുംഭൻ മൂർച്ചയുള്ള വാളും സുപ്രഭാത സമൂഹത്താൽ പ്രകാശിക്കുന്ന പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ ശ്രേഷ്ഠമായ വാഹന സിംഹത്തെ താടിച്ചു. അങ്ങനെ ഈ ദുഷ്ടനായ നിശുംഭൻ എന്ത് ചെയ്യുകയാണ്, മൂർച്ചയുള്ളൊരു വാൾ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ദേവിയുടെ സിംഹത്തെ വെട്ടുകയാണ്. അങ്ങനെ ദേവിയുടെ സിംഹത്തെ താടിക്കുകയാണ്. താടിദേവാഹനേ ദേവി ശുരപ്രാണോസിമുത്തമം നിശുംഭസ്യാചു ചിച്ഛേതാ ചർമ്മചാഭ്യഷ്ടചന്ദ്രകം. ദേവിയുടെ വാഹനമായ സിംഹത്തെ നിശുംഭൻ വെട്ടിയപ്പോൾ ദേവി കത്തി അമ്പുകൊണ്ട് നിശുംഭന്റെ ശ്രേഷ്ഠമായ വാളിനെയും 8 ചന്ദ്രന്മാരെ ലേഖനം ചെയ്തിരിക്കുന്ന പരിചയെയും ക്ഷണത്തിൽ മുറിച്ചു.
അങ്ങനെ ദേവിക്ക് ദേഷ്യം വരെയാണ്. ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ താടിച്ചപ്പോ ദേവി എന്ത് ചെയ്യുകയാണ്? നിശുംഭനെ ഒരു കത്തി അമ്പ് കൊണ്ട് നിശുംഭന്റെ ശ്രേഷ്ഠമായ വാളിനെയും അതുപോലെ 8 ചന്ദ്രന്മാരെ ലേഖനം ചെയ്തിരിക്കുന്ന ആ പരിചയെയും ക്ഷണത്തിൽ തന്നെ മുറിക്കുകയാണ്. ചിന്നേ ചർമ്മണി ഖഡ്ഗേജ ശക്തിം ചിക്ഷേപ സോഫസുരഃ സാമപ്യസ്യാദിതാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. നിശുംഭന്റെ വാളും പരിചയം മുറിഞ്ഞു പോയപ്പോൾ ആ അസുരൻ വേൽ പ്രയോഗിച്ചു. നേരിട്ട് വന്ന അവന്റെ ആ വേലും ദേവി ചക്രായുധം കൊണ്ട് രണ്ടാക്കി ചെയ്തു. അങ്ങനെ നിശുംഭന്റെ വാളും പരിചയം മുറിഞ്ഞു പോയപ്പോൾ നിശുംഭൻ എന്ത് ചെയ്യുകയാണ്? അടുത്തത് വേൽ പ്രയോഗിക്കുകയാണ് ദേവിയുടെ നേർക്ക്. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? അവന്റെ വേലും ദേവി ചക്രായുധവും കൊണ്ട് രണ്ടാക്കി ചെയ്യുകയാണ്. ആ ചക്രായുധവും ദേവി മുറിക്കുകയാണ്, വേലും മുറിക്കുകയാണ്. കോപാത്മാദോ നിശുംഭോ വദ ശൂലം ജഘ്രാഹദ്ദാനവഹാം ആയാന്തമുഷ്ടിപാദേന ദേവീ തച്ചാപ്യചൂർണയാൻ. അനന്തരം കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ നിശുംഭാസുരൻ ശൂലായുധം പ്രയോഗിച്ചു. നേരിട്ട് വരുന്ന അതിനെയും ദേവി മുഷ്ടിപ്രഹരം കൊണ്ട് പൊടിയാക്കി. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ നിശുംഭാസുരൻ ശൂലായുധം പ്രയോഗിക്കുകയാണ് ദേവിയുടെ നേർക്ക്. അപ്പോൾ ദേവി എന്ത് ചെയ്യുകയാണ്? നേരിട്ട് വന്ന അതിനെയും മുഷ്ടിപ്രഹരം കൊണ്ട് പൊടിയാക്കുകയാണ്. അതിനെയും ദേവി തൻ്റെ മുഷ്ടി കൊണ്ട് ഇടിച്ച് അതിനെയും പൊടിയാക്കുകയാണ്. വിദ്യാദാഗതാം തോസോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാവപി ദേവ്യാ ത്രിശൂലേന ഭിന്നാഭസ്മത്വമാഗതാം. അനന്തരം ആ നിശുംഭാസുരനും ഗദയെ കറക്കി ചണ്ഡികാദേവിയുടെ നേരെ എറിഞ്ഞു. അതും ദേവിയാൽ ത്രിശൂലം കൊണ്ട് പിളർക്കപ്പെട്ടിട്ട് ഭസ്മമായി തീർന്നു. അങ്ങനെ അനന്തരം ആ നിശുംഭാസുരൻ എന്ത് ചെയ്യുകയാണ്? ദേവിയുടെ നേർക്ക് ഗദയെ ഇങ്ങനെ കറക്കിയിട്ട് ചണ്ഡികാദേവിയുടെ നേർക്ക് ഇങ്ങനെ എറിയുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? ദേവി ആ ത്രിശൂലം കൊണ്ട് ആ ഗദയെയും എന്ത് ചെയ്യുകയാണ്? ഭസ്മമാക്കി തീർക്കുകയാണ്. തതഃ പരശുഹസ്തം തമായാന്തം ദൈത്യപുംഗവം ആഹത്യ ദേവി ബാണൗഖൈരപാദയത ഭൂതലേ. അനന്തരം കോടാലി എടുത്തുകൊണ്ട് നേരിട്ട് വരുന്ന ആ അസുര ശ്രേഷ്ഠനെ ദേവി ബാണസമൂഹങ്ങളെ കൊണ്ട് താടിച്ച് ഭൂമിയിൽ വീഴ്ത്തി. അതിനുശേഷം എന്ത് ചെയ്യാണ്? കോടാലി എടുത്തുകൊണ്ട് വരികയാണ് ആ അസുര ശ്രേഷ്ഠൻ. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ ബാണസമൂഹങ്ങളെ കൊണ്ട്, എന്താണ്? അമ്പും വില്ലും എയ്ത്. ശ്രീരാമചന്ദ്രൻ അമ്പും വില്ലും എയ്യുന്നത് പോലെ ദേവി എന്ത് ചെയ്യാണ്? തന്റെ ബാണങ്ങള് അമ്പ് എയ്തുകൊണ്ട് താടിച്ചുകൊണ്ട് ആ ഭൂമിയിൽ വീഴ്ത്തുകയാണ് ആ അസുരനെ. തസ്മിന്നി പതിതേ ഭൂമൗ നിശുംബേ ഭീമ വിക്രമേ പ്രാതർയത്തീവ സംവൃദ്ധഃ പ്രയയൗ യോതുമംബികാം. ഘോര പരാക്രമിശാലിയായ അനുജൻ നിശുംഭൻ ഭൂമിയിൽ വീണപ്പോൾ ജ്യേഷ്ഠനായ ശുംഭാസുരൻ ഏറ്റവും കോപത്തോടുകൂടി ദേവിയോട് യുദ്ധം ചെയ്യുന്നതിനായി ചെന്നു. അങ്ങനെ ഘോര പരാക്രമിയായിട്ടുള്ള ആ നിശുംഭൻ ദേവിയുടെ അമ്പ് കൊണ്ട് താഴെ ഭൂതലത്തിൽ പതിച്ചപ്പോൾ ആ ദുഷ്ടനായ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? ദേവിയോട് യുദ്ധത്തിനായിട്ട് വരികയാണ്. സരദസ്തസ്തദാതിച്ഛർ ഗൃഹീത പരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈർവ്യാപ്യാശേഷം ബഹൗനഫാഹാം. അപ്രകാരം ശുംഭാസുരൻ തേരിൽ കയറി അത്യുന്നതങ്ങളായി ശ്രേഷ്ഠായുധങ്ങളെ ധരിച്ചിരിക്കുന്നവകളായി നിസ്തുല്യകളാങ്ങി ഇരിക്കുന്ന 8 കൈകളെ കൊണ്ട് ആകാശമാസകലം വ്യാപിപ്പിച്ചിട്ട് ശോഭിച്ചു. അങ്ങനെ ആ ശുംഭാസുരൻ എന്ത് ചെയ്യുകയാണ്? തേരിൽ കയറിയിട്ട് അത്യുന്നതങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നവകളായി നിസ്തുല്യങ്ങളായിരിക്കുന്ന 8 കൈകളെ കൊണ്ട് ആകാശമാസകലം വ്യാപിച്ചിട്ട് ശോഭിക്കുകയാണ്. അപ്പൊ 8 കൈകൾ ഈ ശുംഭാസുരൻ എന്ത് ചെയ്യുകയാണ്? ആകാശത്തിൽ ഇങ്ങനെ പോയിട്ട് തൻ്റെ 8 കൈകളെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഭയങ്കര ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തമായാന്തം സമാലോക്യ ദേവി ശംഗമവാദയൽ ജാശബ്ദം ചാബിധനുശ്ചക്കാരാതീവം ദുസ്സഹം. ചണ്ഡികാദേവി ആ ശുംഭൻ വരുന്നത് കണ്ടിട്ട് ശംഖനാദം പുറപ്പെടുവിപ്പിക്കുകയും ഏറ്റവും ദുസ്സഹമായ ഞാണൊലി ഇടുകയും ചെയ്തു. അങ്ങനെ ഈ ദുഷ്ടനായ ശുംഭൻ വരുന്നത് കണ്ടിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? ശക്തമായിട്ടുള്ള ശംഖനാദം പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ ദേവി ദുസ്സഹമായ ബാണൊലി ഇടുകയും ചെയ്യുകയാണ് ദേവി. പുരയാമാസ കകുഫോ നിജഖണ്ഡാസ്വനേന ച സമസ്ത ദൈത്യ സൈന്യാനാം തേജോവദ വിദായിനാം
എല്ലാ അസുരസേനകളുടെയും വീര്യത്തെ നശിപ്പിക്കുന്നതായ തന്റെ മണിയുടെ ശബ്ദം കൊണ്ടും 10 ദിക്കുകളെയും നിറച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ ആ അസുര സൈന്യങ്ങളുടെ വീര്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി തന്റെ മണിയുടെ ശബ്ദവും അതുപോലെ തന്നെ മണിയുടെ ശബ്ദം കൊണ്ട് 10 ദിക്കുകളെയും ദേവി നിറയ്ക്കുകയാണ്. തതക സിംഹോ മഹാനാദൈസ്ത്യാജിദേവ മഹാമദൈഹ പൂരയാമാസ ഗഗനം ഗാം തതോ പതിശോദശാം. ശങ്കാതി നിസ്വാന്താനന്തരം ദേവിയുടെ വാഹനസിംഹം യുദ്ധം ചെയ്യണമെന്നുള്ള ഇച്ഛയോടുകൂടി ദൂരീകരിക്കപ്പെട്ട മഹാഗജങ്ങളുടെ മഹാമത പ്രവാഹങ്ങളോടുകൂടെ സിംഹനാദം കേൾക്കുമ്പോൾ ആനകളുടെ മതം നശിച്ചു പോകും. നാദങ്ങളെ കൊണ്ട് ആകാശത്തിൽ നിറച്ചു. അതുപോലെ തന്നെ ആ മഹാനാദങ്ങളെ കൊണ്ട് ഭൂമിയെയും 10 ദിക്കുകളെയും നിറച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ആ മഹാസിംഹം, ആ ദേവിയുടെ വാഹനമായിട്ടുള്ള ആ മഹാസിംഹവും ഇങ്ങനെ അലറി വിളിക്കുകയാണ്. അങ്ങനെ ആ സിംഹത്തിന്റെ നാദം കൊണ്ട് തന്നെ ആ 10 ദിക്കുകളെയും ആ സിംഹം ആ നാദം കൊണ്ട് നിറയ്ക്കുകയാണ്. തതകാളി സമുൽപത്യ ഗഗനം ശമാമതാടയൽ കരാഫ്യം തന്നിനാദേന പ്രാക്സ്വനാസ്തേ തിരോഹിതാഹ. അനന്തരം കാളി നല്ലവണ്ണം മേൽപോട്ട് ചാടിയിട്ട് ഭൂമിയെ കൈകൾ കൊണ്ടടിച്ചു. ആ ശബ്ദം മുമ്പുണ്ടായ ശബ്ദങ്ങളെ എല്ലാം മറച്ചു കളഞ്ഞു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? നല്ലവണ്ണം ചാടി മുകളിലോട്ട് ചാടിയിട്ട് ഭൂമിയെ കൈകൾ കൊണ്ടിങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് ആ ശബ്ദം എന്താ? അങ്ങനെ ദേവി ആ കൈകൊണ്ട് ഭൂമിയെ അടിച്ചപ്പോഴുള്ള ആ ശബ്ദം എന്ത് ചെയ്യുകയാണ്? മുമ്പുണ്ടായ എല്ലാ ശബ്ദങ്ങളെയും മറച്ചു കളയുകയാണ്. അത്രയ്ക്കും വലിയ ശബ്ദമായിരുന്നു. തദഹ കാളീ തിരോഹിതാഹ സ്വാഹ അട്ടാട്ടഹാസമശിവം ശിവദ്യൂതി ചകാരഃ തൈഹ ശബ്ദൈരസുരാസ്ത്രേസ്തു ശുംഭഃ കോപം പരം യയൗ. ശിവദൂതി ദേവി അതിഭയങ്കരമാകും വണ്ണം അത്യുച്ചത്തിൽ അട്ടഹസിച്ചു. ആ ശബ്ദങ്ങളെ കൊണ്ട് അസുരന്മാർ ഭയപ്പെടുകയും ശുംഭൻ വളരെ കോപിക്കുകയും ചെയ്തു. അങ്ങനെ ദേവി, ആ ശിവദൂതിയായിട്ടുള്ള ദേവി എന്ത് ചെയ്യുകയാണ്? അത്യുച്ചത്തിൽ ഇങ്ങനെ ഹഹ എന്ന് പറഞ്ഞിങ്ങനെ അട്ടഹസിക്കുകയാണ്. അപ്പൊ ആ ശബ്ദം കേട്ടുകൊണ്ട് അസുരന്മാരെല്ലാം, ആ അസുര സൈന്യന്മാരെല്ലാം, ദുഷ്ടന്മാരായ അസുരന്മാരെല്ലാം എന്ത് ചെയ്യുകയാണ്? വളരെയധികം ഭയപ്പെടുകയാണ്. എന്നിട്ട് ശുംഭൻ, അപ്പൊ ഇത് കേട്ടിട്ട് ശുംഭൻ എന്ത് ചെയ്യണം? ശുംഭൻ വളരെയധികം കോപിഷ്ഠനായിട്ട് കോപിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ദുരാത്മം തിഷ്ടേതി വ്യാജഹാരാംബികായത തഥാ ജായേത്യ ഭീതം ദേവൈരാകാശ സംസ്ഥിതൈഹ. എടാ ദുഷ്ട, നിൽക്ക് നിൽക്ക് എന്ന് ദേവി അരുളി ചെയ്തപ്പോൾ ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ദേവന്മാർ നിന്തിരുവടി ജയിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി പറയാം, എടാ ദുഷ്ട നിൽക്കടാ അവിടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആകാശത്ത് നിന്ന് ദേവന്മാരെല്ലാം ഇങ്ങനെ ആ ദേവിയെ നിന്തിരുവടി ജയിച്ചാലും അസുരന്മാരെ എല്ലാം വധിച്ച് ആ നിന്തിരുവടി ജയിച്ചാലും എന്നിങ്ങനെ ദേവന്മാരെല്ലാം പറയുകയാണ്. ശുംഭേനാഗത്യ ശക്തിർമുക്ത ജ്വാലാതിഭീഷണ ആയാന്തി വഗ്നികൂടാഭ സാ നിരസ്താ മഹോൽകയാം. ശുംഭൻ അടുത്തു ചെന്ന് തേജസ് കൊണ്ട് അതിഭയങ്കരമായ ഒരു വേൽ പ്രയോഗിച്ചു. അഗ്നിപുഞ്ചത്തിന്റെ കാന്തിയോട് കൂടിയ അത് നേരിട്ട് വന്നപ്പോൾ ദേവി തന്റെ മഹോൽക എന്ന ആയുധം കൊണ്ട് അതിനെ തടുത്തു. അങ്ങനെ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? തേജസ് കൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു വേല് ദേവിയുടെ മേലെ പ്രയോഗിക്കുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? അഗ്നിപുഞ്ചത്തിന്റെ കാന്തിയോട് കൂടി അത് നേരിട്ട് വന്നപ്പോൾ ദേവി തന്റെ മഹോൽക, ദേവിയുടെ കയ്യിലൊരു മഹോൽക എന്നൊരു ആയുധമുണ്ട്. ആ ഒരു മഹോൽക എന്ന് പറയുന്ന ആയുധം ആ ആയുധത്തിന് നേരെ തടയുകയാണ്. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിഹസ്വനോ ഘോരോ ജിതവാനവനീപതേ. അല്ലയോ സുരത മഹാരാജാവേ, ശുംഭന്റെ സിംഹനാദം 3 ലോകങ്ങളുടെയും അന്തരാളത്തെ വ്യാപിച്ചു. ആ സിംഹനാദം ഇടിവെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘോരമായ ശബ്ദത്തെ ജയിച്ചു. അങ്ങനെ ശുംഭന്റെ ആ സിംഹനാദം എന്ത് ചെയ്യണം? 3 ലോകങ്ങളുടെയും അന്തരാളത്തെ വ്യാപിക്കുകയാണ്. ആ സിംഹനാദം ഇടിവെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘോരമായ ശബ്ദത്തെ ജയിക്കുകയാണ്. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്ഥൽ പ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരഗ്രൈഹ ശതശോഭത സഹസ്രശഃ. അനന്തരം ശുംഭൻ വിട്ട ശരങ്ങളെ ദേവിയും ദേവി അയച്ച ശരങ്ങളെ ശുംഭനും തങ്ങളുടെ തീഷ്ണങ്ങളായ ശരങ്ങളെ കൊണ്ട് 100 വീതവും 1000 വീതവുമായി മുറിച്ചു.
അങ്ങനെ അനന്തരം എന്ത് ചെയ്യാണ്, ശുംഭൻ വിട്ട ശരങ്ങളെ ദേവിയും അതുപോലെ തന്നെ ദേവി അയച്ച ശരങ്ങളെ ശുംഭനും തങ്ങളുടെ തീഷ്ണങ്ങളായ ശരങ്ങളെ കൊണ്ട് 100 വീതവും 1000 വീതവുമായി മുറിക്കുകയാണ്. തദഗസാ ചണ്ഡികാ കൃത്ത ശൂലേനാഭിജഗാനതം സത്തദാ വഹിതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. അനന്തരം ആ ചണ്ഡികാദേവി കോപത്തോടു കൂടിയവളായിട്ട് ശൂലം കൊണ്ട് ശുംഭനെ താടിച്ചു. അവൻ ആ ശൂലത്താൽ താടിക്കപ്പെട്ട് മൂർച്ചയോട് കൂടിയവനായിട്ട് ഭൂമിയിൽ പതിച്ചു. അങ്ങനെ അനന്തരം ആ ചണ്ഡികാദേവി എന്ത് ചെയ്യുകയാണ്, കോപത്തോടു കൂടിയവളായിട്ട് തൻ്റെ ശൂലം കൊണ്ട്, തൻ്റെ ശൂലം ഇങ്ങനെ എടുത്തിട്ട് ആ ശുംഭനെ ഇങ്ങനെ വധിക്കുകയാണ്, ശുംഭനെ ഇങ്ങനെ കുത്തുകയാണ്. അങ്ങനെ താടിച്ചിട്ട് അവൻ ആ ശൂലത്താൽ താടിക്കപ്പെട്ട് മൂർച്ചയോട് കൂടിയവനായിട്ട് ഭൂമിയിലേക്ക് ആ ദുഷ്ടനായ അസുരൻ, ആ ദുഷ്ടനായ ശുംഭൻ പതിക്കുകയാണ്. തതോ നിശുംഭക സംപ്രാപ്യ ചേതനാമാത്തകാർമുകഃ ആജഗാന ശരൈർദേവീം കാളീം കേസരിണം തതാം. അനന്തരം നിശുംഭൻ മൂർച്ചയെ വിട്ട് എഴുന്നേറ്റ് സുസംശയെ പ്രാപിച്ചിട്ട് വില്ലെടുത്ത അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെയും കാളിയെയും അതുപോലെ സിംഹത്തെയും താടിച്ചു. എന്നിട്ട് ആ നിശുംഭൻ എന്ത് ചെയ്യുകയാണ്, അപ്പോ മൂർച്ചയെ വിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, സ്വസംശയെ പ്രാപിച്ചിട്ട് വില്ലെടുത്തിട്ട് അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെയും അതുപോലെ തന്നെ കാളിയെയും അതുപോലെ സിംഹത്തെയും താടിക്കണം അല്ലേ. ആ ദുഷ്ടനായ നിശുംഭൻ ദേവിയെയും പിന്നെ എന്ത് ചെയ്യണം, ദേവിയുടെ വാഹനമായ സിംഹത്തെയും പിന്നെ കാളിയെയും എന്ത് ചെയ്യണം, താടിക്കുകയാണ്. പുനഃചാകൃത്വാ ബാഹു നാമയുധം ധനുജേശ്വരഃ ചക്രായുധേന ദിജിതാ ചാദയാമാസ ചണ്ഡികാം. അസുരനായി ധനുരേശ്വരനായിരിക്കുന്ന നിശുംഭൻ വീണ്ടും 16,000 കൈകളെ ഉണ്ടാക്കി 10,000 ചക്രങ്ങളെ കൊണ്ട് ദേവിയെ മൂടി. അതിനുശേഷം അസുരനായിരിക്കുന്ന ഈ ധനുജേശ്വരനായിരിക്കുന്ന നിശുംഭൻ എന്ത് ചെയ്യുകയാണ്, വീണ്ടും 10,000 കൈകളെ ഉണ്ടാക്കിയിട്ട് 10,000 ചക്രങ്ങൾ കൊണ്ട് ദേവീനെ ഇങ്ങനെ മൂടുകയാണ്. ദേവിയുടെ അടുത്തേക്ക് 10,000 ചക്രങ്ങളെ ഇങ്ങനെ അയക്കുകയാണ്. അപ്പൊ ദേവിയുടെ ചുറ്റും ഇങ്ങനെ 10,000 ചക്രങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിശുംഭൻ എന്നൊക്കെ പറയുന്നത് അത്ര നിസാരക്കാരല്ല അല്ലേ. അപ്പൊ ദേവി തന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും 10,000 കണക്കിന് ചക്രങ്ങളെയൊക്കെ ദേവിയുടെ നേർക്ക് അയക്കുകയാണ്. പക്ഷേ ദേവി എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. തതോ ഭഗവതി ക്രുദ്ധ ദുർഗാർത്തി നാശിനി ചിച്ചേത താനി ചക്രാണി സ്വശരൈഹാസായ കാംക്ഷതാൻ. അനന്തരം ദുസ്താർത്ഥികളെ നശിപ്പിക്കുന്നവളായി ഭഗവതിയായിരിക്കുന്ന ചണ്ഡികാദേവി ക്രോധാവിഷ്ടയായിട്ട് തൻ്റെ ബാണങ്ങളെ കൊണ്ട് ആ ചക്രങ്ങളെയും ആ അമ്പുകളെയും നിഷ്പ്രയാസം മുറിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്, തൻ്റെ ബാണങ്ങളെ കൊണ്ട്, തൻ്റെ ബാണം എഴുതിട്ട് ഈ 10,000 കണക്കിനുള്ള ചക്രങ്ങളെ എല്ലാം ദേവി നിമിഷ നേരം കൊണ്ടാണ് ആ ചക്രങ്ങളെ അമ്പുകളെ എല്ലാം ദേവി നശിപ്പിക്കുന്നത്. തതോ നിശുംഭോ വേഗേന ഗദാമാദായ ചണ്ഡികാം അഹ്യദാവത വൈഹന്തും ദൈത്യസേനാ സമാവൃതഃ. ഉടനെ നിശുംഭൻ അതിവേഗത്തിൽ ഗദയെ ധരിച്ച് അസുര സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയെ താടിക്കുന്നതിനായി നേരിട്ട് ചെന്നു. ഉടനെ ആ ദുഷ്ടനായ നിശുംഭൻ എന്ത് ചെയ്യുകയാണ്, അതിവേഗത്തിൽ ഗദയെ ധരിച്ചിട്ട് അസുര സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് എന്ത് ചെയ്യുകയാണ്, ദേവീനെ താടിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ നേർക്ക് ആ ദുഷ്ടനായ നിശുംഭൻ ഇങ്ങനെ വരികയാണ്. തസ്യാ പതത ഏവാശു ഗദാം ചിച്ഛേദ ചണ്ഡികാ ഖഡ്ഗേന ശിതധാരേണ സാ ശൂലം സമാദതേ. വരുമ്പോൾ തന്നെ അവന്റെ ഗദയെ ദേവി മൂർച്ചയുള്ള വാൾ കൊണ്ട് വേഗത്തിൽ മുറിച്ചു. ഉടനെ അവൻ ശൂലായുധത്തെ എടുത്തു. അങ്ങനെ വരുമ്പോൾ തന്നെ ദേവി എന്ത് ചെയ്യുകയാണ്, തൻ്റെ ഗദയെ ദേവി എടുത്തിട്ട് മൂർച്ചയുള്ള വാള് കൊണ്ട് അവന്റെ ഗദയെ വേഗത്തിൽ മുറിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവൻ ശൂലായുധത്തെ എടുക്കുകയാണ്. ശൂലഹസ്തം സമായാന്തം നിശുംഭാമരാർദ്ധനം ഹൃദി വിവ്യാധശൂലേന വേഗാവിദ്യേന ചണ്ഡികാം. കയ്യിൽ ശൂലവുമായി നേരിട്ട് വരുന്ന ദൈവവൈരിയായ നിശുംഭനെ ചണ്ഡികാദേവി ഊക്കോടുകൂടി വേഗത്തിൽ ചുഴറ്റിയേർന്ന ശൂലം കൊണ്ട് വക്ഷസിൽ താടിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്, ശൂലവുമായിട്ട് വരുന്ന ആ ദേവവൈരിയായ ദേവിയെ ഇഷ്ടമല്ലാത്ത ആ ദുഷ്ടനായ ആ നിശുംഭനെ ചണ്ഡികാദേവി എന്ത് ചെയ്യണം, ഊക്കോടുകൂടി വേഗത്തിൽ ചുഴറ്റിയെറിഞ്ഞ ശൂലം കൊണ്ടിട്ട് അവന്റെ വക്ഷസില് ദേവി താടിക്കുകയാണ്. ഭിന്നസ്യാതസ്യ ശൂലേന ഹൃദയാനിസൃതേഫ പര മഹാബലോ മഹാവീരസ്തഷ്ടിഷ്ഠേതി പുരുഷോവദാൻ.
ദേവീശൂലത്താൽ പിളർക്കപ്പെട്ട നിശുംബന്റെ മാറിടത്തിൽ നിന്ന് അതിബലവാനായി അതിവീരനായിരിക്കുന്ന വേറെ ഒരു പുരുഷൻ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ ദേവി ഇങ്ങനെ ആ ദുഷ്ടനായ നിശുംബന്റെ മാറിടത്തില് തൻ്റെ ശൂലം കൊണ്ട് കുത്തി ഇറക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു അസുരൻ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ദേവിയോട് പറയുകയാണ്, നിൽക്ക് എന്ന് പറയുകയാണ്. തസ്യ നിഷ്ക്രമദോ ദേവി പ്രഹസ്യാസ്വനവത്തദാ ശിരച്ചിച്ഛേദ ഖഡ്ഗേന തദോഹസാവ പതൽ ഭുവി. അനന്തരം ദേവി ഉച്ചത്തിൽ ചിരിച്ചിട്ട് ഹൃദയത്തിങ്കൽ നിന്ന് പുറപ്പെടുന്ന അവന്റെ മസ്തകത്തെ വാൾ കൊണ്ട് വെട്ടി. ഉടനെ അവൻ യുദ്ധഭൂമിയിൽ വീണു. അനന്തരം ദേവി എന്ത് ചെയ്യുകയാണ്? ഉച്ചത്തിൽ ഇങ്ങനെ ചിരിച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന അവന്റെ മസ്തകത്തെ വാൾ കൊണ്ട് വെട്ടി. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ദുഷ്ടനായ വേറൊരു അസുരൻ വരുന്ന ആ അസുരനെ ദേവി ഇങ്ങനെ തന്റെ വാളെടുത്തിട്ട് ആ വാൾ കൊണ്ടിങ്ങനെ ഓങ്ങി വെട്ടുകയാണ്. എന്നിട്ട് അവനെ ആ യുദ്ധഭൂമിയിൽ വീഴ്ത്തുകയാണ്. തദഗസിം ഗച്ഛ കദോഗ്ര ദ്രംഷ്ടാ ശുണ്ണ ശിരോധരാൻ അസുരാംസ്തദാ തദാ കാളി ശിവദൂതി തഥാ പരാൻ. അനന്തരം സിംഹം ഭയങ്കരങ്ങളായ ദ്രംഷ്ടകളെ കൊണ്ട് കഴുത്ത് കടിച്ചു പൊടിച്ച് ആ അസുരന്മാരെ ഭക്ഷിച്ചു. മറ്റു ചില അസുരന്മാരെ കാളിയും വേറെ ചില അസുരന്മാരെ ശിവദൂതിയും ഭക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? അനന്തരം ആ സിംഹം ഭയങ്കരങ്ങളായ തന്റെ ദ്രംഷ്ടകളെ കൊണ്ട് കഴുത്ത് കടിച്ച് പൊടിച്ചിട്ട് ആ സിംഹം അസുരന്മാരെല്ലാം ഭക്ഷിക്കുകയാണ്. അതുപോലെ മറ്റു ചില അസുരന്മാരെ ആ കാളി ദേവിയും അതുപോലെ തന്നെ ശിവദൂതി ദേവിയും ഭക്ഷിക്കുകയാണ്. തദഹ സിംഹ തദാ പരാൻ സ്വാഹ കൗമാരി ശക്തി നിർഭിന്നാഹ കേജിന്നേഷുർ മഹാസുരാഹ ബ്രഹ്മാണി മന്ത്രപൂതേന തേയേനാന്യേന നിരാകൃതാഹ. ചില മഹാസുരന്മാർ കൗമാരിയുടെ വേൽ കൊണ്ട് പിളർക്കപ്പെട്ട് നശിച്ചു. വേറെ ചിലർ ബ്രഹ്മാണിയുടെ മന്ത്രശൂലമായ ജലത്താൽ നഷ്ടന്മാരായി. അപ്പോ ചില മഹാസുരന്മാർ എന്ത് ചെയ്യുകയാണ്? കൗമാരി ദേവിയുടെ വേലുകൊണ്ട്, അതായത് കൗമാരി ദേവി എന്ന് പറഞ്ഞാൽ മുരുകന്റെ ശക്തിയാണ്. ആ മുരുകന്റെ ശക്തിയായിട്ടുള്ള കൗമാരി ദേവിയുടെ വേല് കൊണ്ട് ദേവി ഓരോ അസുരന്മാരെ പിളർക്കുകയാണ്. അതുപോലെ എന്ത് ചെയ്യുകയാണ്? പിളർത്ത് നശിപ്പിക്കുകയാണ്. അതുപോലെ ചിലർ ബ്രഹ്മാണി ദേവിയുടെ, ആ ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള ബ്രഹ്മാണി ദേവിയുടെ മന്ത്രശുദ്ധമായ ജലത്താൽ, ജലം ഇങ്ങനെ കൊടയുമ്പോൾ തന്നെ അവരെല്ലാം മരിക്കുകയാണ്, നശിക്കുകയാണ്. മാഹേശ്വരി ത്രിശൂലേന ഭിന്നാഹ പേതുസ്തഥാഹ പരേ വാരാഹി തുണ്ടഘാതേന കേചി ചൂർണീകൃതാ ഭുവി. അതുപോലെ വേറെ ചില അസുരന്മാർ മഹേശ്വരിയുടെ ത്രിശൂലം കൊണ്ട് പിളർക്കപ്പെട്ടവരായിട്ടും ചിലർ വരാഹിയുടെ മുഖം കൊണ്ടുള്ള താടനത്താൽ പൊടിക്കപ്പെട്ടവരായിട്ടും രണഭൂമിയിൽ വീണു. അങ്ങനെ അതുപോലെ വേറെ ചില അസുരന്മാർ എന്ത് ചെയ്യണം? മഹേശ്വരി ദേവിയുടെ ത്രിശൂലം കൊണ്ട് പിളർക്കപ്പെട്ടവരായിട്ടും പിന്നെ എന്താണ്? ചിലരാകട്ടെ വരാഹി ദേവിയുടെ മുഖം കൊണ്ടുള്ള താടനത്താൽ പൊടിക്കപ്പെട്ടവരായിട്ടും രണഭൂമിയിൽ വീഴുകയാണ്. ഖണ്ഡം ഖണ്ഡം ചക്രേണ വൈഷ്ണവ്യാദാനവാഹ കൃത വജ്രേണ ചൈന്ദ്രിയ ഹസ്താഗ്ര വിമുക്തേന തദാഹ പരേം. ചില ദാനവന്മാർ വൈഷ്ണവിയുടെ ചക്രായുധം കൊണ്ടും വേറെ ചിലർ ഐന്ദ്രിയുടെ ഹസ്താഗ്രം കൊണ്ട് എറിയപ്പെട്ട വജ്രായുധം കൊണ്ടും കഷ്ണമാക്കി മുറിക്കപ്പെട്ടു. അങ്ങനെ ചില ദാനവന്മാർ എന്തിനാണ്? വൈഷ്ണവി ദേവിയുടെ, ആ വിഷ്ണുവിന്റെ പത്നിയായ വിഷ്ണുവിന്റെ ശക്തിയായ വൈഷ്ണവി ദേവിയുടെ ചക്രായുധം കൊണ്ടും വേറെ ചിലരാവട്ടെ, ചക്രായുധം മീൻസ് എന്താണെന്ന് അറിയാലോ? സുദർശന ചക്രമാണ്. ദേവിയുടെ കയ്യിലും ഉണ്ട് അതേപോലത്തെ സുദർശന ചക്രം. ആ ചക്രം കൊണ്ടും അതേപോലെ ഐന്ദ്രീ ദേവിയുടെ, ഇന്ദ്രന്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണി ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ ഹസ്താഗ്രം കൊണ്ട് എറിയപ്പെട്ട വജ്രായുധം കൊണ്ട്, ആ വജ്രായുധം കൊണ്ടും എന്ത് ചെയ്യുകയാണ്? കഷ്ണമായിട്ട് ആ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം ദേവിമാര് വധിക്കുകയാണ്. ഖണ്ഡം ഖണ്ഡം ദദാഹ പരേ സ്വാഹ കേജിദിന്നേശ്വരസുരാഹ കേജിനഷ്ടാ മഹാഹവാൽ ഭക്ഷിതാച്ചാ പരേ കാളി ശിവദൂതി മൃഗാതിപൈഹ. ചില അസുരന്മാർ ആ മഹായുദ്ധത്തിൽ മരിക്കുകയും ചിലർ ഓടിപ്പോവുകയും മറ്റു ചിലർ കാളിയാലും ശിവദൂതിയാലും സിംഹത്താലും ഭക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മറ്റു ചില അസുരന്മാർ എന്ത് ചെയ്യുകയാണ്? മഹായുദ്ധ നിമിത്തം പ്രാണങ്ങളെ ഉപേക്ഷിക്കുകയാണ്. ചില അസുരന്മാരാകട്ടെ ഓടിപ്പോവുകയാണ്. പിന്നെയോ നിശുംബ സൈന്യത്തിൽ അവശിഷ്ടന്മാരായ സകല അസുരന്മാരും ചാമുണ്ടയാലും ശിവദൂതിയാലും ദേവീവാഹന സിംഹത്താലും ഭക്ഷിക്കപ്പെടുകയാണ്.
അങ്ങനെ ദേവിമാരെല്ലാവരും കൂടി ചേർന്ന് നിഷ്പ്രയാസം ആ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ആ ദുഷ്ടനായ നിശുംഭനെയും ദേവി വധിക്കുകയാണ്. അങ്ങനെ ആ നിശുംഭ സൈന്യത്തെയും ദേവി വധിക്കുകയാണ്, ദേവിമാര് വധിക്കുകയാണ്. ഇതി മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ നിശുംഭവധോ നാമ നവമോऽധ്യായഃ സമാപ്തഃ. അങ്ങനെ നിശുംഭവധം എന്ന 9ാമത്തെ അധ്യായം സമാപ്തമാവുകയാണ്. ദേവി സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു, സർവം ശ്രീ നാരായണീയാർപ്പണമസ്തു, സർവം ശ്രീ ഭദ്രാർപ്പണമസ്തു. 10ാം അധ്യായത്തില് ശുംഭവധം. ഋഷിരുവാച നിശുംഭം നിഹതം ദൃഷ്ട്വാ ഹൃദാരം പ്രാണസംമിതം ഹന്യമാനം ബലച്ചൈവ ശുംഭഃ ക്രുദ്ധ്വാ ബ്രവ്വവിദ്വചഃ. പ്രാണതുല്യനായ അനുജൻ നിശുംഭനും സൈന്യവും കൊല്ലപ്പെട്ടത് കണ്ടിട്ട് ശുംഭൻ കോപത്തോടുകൂടി പറഞ്ഞു, ബലാവലേപദുഷ്ടേ ത്വാം മാ ദുർഗേ ഗർവമാവഹ അന്യാസ്യാം ബലമാശ്രിത്യ യുദ്ധ്യസേ യാവമതി മാനിനീം. ഹേ ദുർഗേ, ഹേ ദുഷ്ടേ, നീ ബലം കൊണ്ട് അഹങ്കരിക്കരുത്. മറ്റു സ്ത്രീകളുടെ ബലം കൊണ്ടാണ് വളരെ മാനമുള്ളവളായിട്ട് നീ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ സഹോദരനായിട്ടുള്ള നിശുംഭൻ വധിച്ചതുകൊണ്ട് ശുംഭന് വളരെയധികം കോപം വരികയും അങ്ങനെ ദേവിയോട് പറയുകയാണ്, ഹേ ദുഷ്ടയായ ദുർഗേ, നീ ഒറ്റയ്ക്ക് നിന്നല്ല എൻ്റെ സഹോദരനായ നിശുംഭനെയും സൈന്യത്തെയും വധിച്ചത്. നിനക്ക് സഹായിയായിട്ട് ഒരുപാട് ദേവിമാരുണ്ടായിരുന്നു. ആ ദേവിമാരുടെ എല്ലാം സഹായം കൊണ്ടാണ് നീ എൻ്റെ സഹോദരനെയും സൈന്യത്തെയും വധിച്ചത് എന്ന് പറയുകയാണ്. ദേവിവാച ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയാ കാമമാപരാ പശ്യതാ ദുഷ്ടമയ്യേവ വിശ്യന്തോ മദ്വിഭൂതയഃ. ഹേ ദുഷ്ടേ, ഹേ ദുഷ്ട. അപ്പൊ ദേവി പറയുകയാണ്, ഹേ ദുഷ്ട, ഈ ലോകത്തിൽ ഞാൻ ഒരുത്തി മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്ന് അന്യയായി ആരാണുള്ളത്? ആരുമില്ല. ബ്രഹ്മാണി മുതലായ എൻ്റെ ഈ ശക്തികൾ എന്നിൽ തന്നെ പ്രവേശിക്കുന്നു, നോക്കുക. അപ്പൊ ദേവി പറയണേ, ഹേ ദുഷ്ട, ഈ ലോകത്തില് ഞാൻ ഒരുത്തി മാത്രമേ ദേവിയായിട്ടുള്ളൂ. ആ ആദിപരാശക്തിയായിട്ടുള്ള ദേവിയാണ് ഞാൻ. എന്നിൽ നിന്ന് തന്നെയാണ് ഈ ദേവിമാരെല്ലാം ഉത്ഭവിക്കുന്നത്. നീ നോക്കൂ, ഈ ദേവിമാരെല്ലാം എന്നിൽ തന്നെ പ്രവേശിക്കുന്നത് നീ നോക്കിയാലും എന്ന് പറയുകയാണ്, നീ ദർശിച്ചാലും എന്ന് പറയുകയാണ്. എന്നിട്ട് അനന്തരം ദേവിയിലേക്ക് തന്നെ ഈ ദേവിമാരെല്ലാം വന്ന് ചേരുകയാണ്. ജഗദോ നാഹമന്യാസാം സാൻമദ്യന്നഞ്ച ഗച്ഛനാം ജഗദോ മമ ചാപൈക്യാദക്തിരജ്ഞാതദോസ്തിക അഹഞ്ചാ ജഗതി ചൈക ജഗതി മന്മയീ യതഃ ദുഗ്ധവദ്ദതി ചാപേക്യം ദതി ദുഗ്ധാമയം തദ്യതഃ. അപ്പോ ദേവി എന്താണ്? ദേവി ഉവാച സ്വാഹ ഏകൈവാഹം മദ്വിഭൂതയഃ സ്വാഹ. അല്ലയോ ദുഷ്ടനായ ശുംഭ, എന്റെ വിഭൂതികളായിരിക്കുന്ന ഈ ബ്രഹ്മാണി മുതലായ ശക്തികൾ എന്നിൽ തന്നെ ലയിക്കുന്നു. എന്നിൽ നിന്ന് തന്നെയാണ് ഈ പലവിധത്തിലുള്ള ബ്രഹ്മണ്യാദി വിഭൂതികളുടെ ഉത്ഭവം. ദേവിയായ എൻ്റെ ഈ വിഭൂതികൾ എൻ്റെ കായവ്യൂഹ സിദ്ധി കൊണ്ടുണ്ടായിരിക്കുന്ന സൃഷ്ടികളാകുന്നു, എൻ്റെ അവതാരങ്ങൾ ആകുന്നു. ഇവ എന്നിൽ തന്നെ പ്രവേശിക്കുന്നു, നോക്കുക. അങ്ങനെ ദേവിയിൽ തന്നെ പ്രവേശിക്കുന്നതാണ്, ദേവിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചവരാണ് ഇവരെല്ലാവരും എന്ന് ദേവി ആ ദുഷ്ടനായ ശുംഭന് കാണിച്ചു കൊടുക്കുകയാണ്. തദഗ സമസ്തസ്തദാ ദേവ്യാ ബ്രഹ്മാണി പ്രമുഖാലയം തസ്യാ ദേവ്യാ സദൗ ജന്മുരേകൈവാസ തദ്ദാഭംബികാ. അനന്തരം ബ്രഹ്മാണി മുതലായ എല്ലാ ദേവിമാരും ചണ്ഡികാദേവിയുടെ ശരീരത്തിൽ ലയിച്ചു. അപ്പോൾ ദേവി ഒരുത്തി മാത്രമായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ ബ്രഹ്മാണി മുതലായിട്ടുള്ള എല്ലാ ദേവിമാരും ദേവിയിലേക്ക് തന്നെ ലയിക്കുകയാണ്. അപ്പോൾ ദേവി എന്ത് ചെയ്യണം? ദേവി ഒറ്റ ഒരാളായിട്ട് മാറുകയാണ്. 8 ശക്തികളായ ദേവിമാർ ആദിയായ ചണ്ഡികാദേവിയുടെ ശരീരത്തിൽ ലയത്തെ പ്രാപിച്ചു. അവർക്ക് ദേവിയുമായുള്ള ഐക്യം നിമിത്തം ചണ്ഡികാദേവി ഏകയായിട്ട് തന്നെ തീർന്നു. അങ്ങനെ ദേവി ഏകയായിട്ട് തീരുകയാണ്. ദേവി ഉവാച അഹം വിഭൂത്യാ ബഹുഫിരിഹ രൂപൈർയദ്ദാസിതാ തൽസംഹൃതം മയ്യൈകൈവ തിഷ്ഠാമ്യാജൗ സ്ഥിരോ ഭവാം.
ഞാൻ ഈ യുദ്ധഭൂമിയിൽ ഐശ്വര്യം നിമിത്തം ബഹുരൂപങ്ങളെ കൊണ്ട് പ്രാപിച്ച ബഹുത്വം ഇപ്പോൾ എന്നാൽ തന്നെ സംഹരിക്കപ്പെട്ടു. ഞാൻ ഒരുത്തിയായി തന്നെ ഇരിക്കുന്നു, നീ യുദ്ധത്തിൽ സ്ഥിരനായി ഭവിച്ചാലും. അപ്പോൾ ഞാൻ ഒരുത്തിയായി തന്നെ ഇരിക്കുന്നു എന്നുള്ളത് നീ കണ്ടില്ലേ? അതുകൊണ്ട് നീ യുദ്ധത്തില് സ്ഥിരനായിട്ട്, നീ യുദ്ധം ചെയ്ത് സ്ഥിരനായിട്ട് തന്നെ ഭവിച്ചാലും എന്ന് ദേവി ആ ദുഷ്ടനായ ശുംഭനോട് പറയുകയാണ്. ദേവിവാച സ്വാഹ അഹം വിഭുത്യാ സ്ഥിരോ ഭവ സ്വാഹ. ഋഷിരുവാച തതഃ പ്രവവൃത്തെ യുദ്ധം ദേവ്യാഃ ശുംഭസ്യ ചോഭയോഃ പശ്യതാം സർവദേവാനാം അസുരാണാം ച ദാരുണം. അനന്തരം സകല ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കുമ്പോൾ ദേവിക്കും ശുംഭനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. അനന്തരം എല്ലാ ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആ ദേവിയും ആ ദുഷ്ടനായ ശുംഭനുമായിട്ട് അതിഘോരമായിട്ടുള്ള യുദ്ധമുണ്ടാവുകയാണ്. ശരവർഷൈകശിതൈഃ ശസ്ത്രസ്തസ്തദാസ്ത്രൈസ്തഞ്ചവദാരുണൈഃ തയ്യോർയുദ്ധമഭൂൽഭൂയഃ സർവലോകാ ഭയങ്കരം. മൂർച്ചയുള്ള ബാണങ്ങളുടെ വർഷങ്ങൾ കൊണ്ടും അപ്രകാരം ശസ്ത്രങ്ങളെ കൊണ്ടും ഭയങ്കരങ്ങളായ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടും അവർക്ക് മഹത്തായി സർവലോക ഭയങ്കരമായിരിക്കുന്ന യുദ്ധമുണ്ടായി. അങ്ങനെ അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ ഉണ്ടാവുന്നത്. ദിവ്യാനസ്ത്രാണി ശതശോ മുമുജേ യാന്യദാഭംബിക ഭവഞ്ചാതാനി ദൈത്യേന്ദ്രസ്ഥൽ പ്രതീകാത കർത്തിഫീഹ. അനന്തരം അംബിക നൂറായി പ്രയോഗിച്ച ദിവ്യാസ്ത്രങ്ങളെ അസുരേശ്വരനായ ശുംഭൻ അവയെ നശിപ്പിക്കുന്നതായ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു. അങ്ങനെ ആ ദേവി എന്ത് ചെയ്യുകയാണ്? നൂറായി പ്രയോഗിച്ചിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളെ അസുരേശ്വരനായ ശുംഭൻ അവയെ നശിപ്പിക്കുന്നതായ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് ദേവി മുറിക്കുകയാണ്. അനന്തരം അംബിക ആ ദൈത്യേന്ദ്രനിൽ ദിവ്യമന്ത്ര ദേവതകളോട് കൂടിയതായിരിക്കുന്ന അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. ശുംഭൻ അവയെ അതാത് അസ്ത്രങ്ങൾക്ക് വിരോധികളായിരിക്കുന്ന അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു. മുക്താനി തേന ശസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ഭവഞ്ചാ ലീലയൈവോഗ്ര ഹുങ്കാരോച്ചാരണാദിഫീഹ. ചണ്ഡികാദേവി ശുംഭനാൽ പ്രേരിതങ്ങളായ ദിവ്യാസ്ത്രങ്ങളെ ഉഗ്രമായി ഹുങ്കാര ശബ്ദം പുറപ്പെടുവിപ്പിച്ചിട്ടും മറ്റും കാളിയായിട്ട് തന്നെ മുറിച്ചു. അങ്ങനെ ആ ചണ്ഡികാദേവി എന്ത് ചെയ്യുകയാണ്? ശുംഭനാൽ പ്രേരിതമായ ആ ദിവ്യാസ്ത്രങ്ങളെ നിഷ്പ്രയാസം മുറിക്കുകയാണ്. തദകശരശൈക്തേർദേവീമാച്ചാദയതാസോപസുരഃ സാവബീതൽ കുപിതാ ദേവി ധനുഹചിച്ഛേദ ചേക്ഷുഫീഹ. അനന്തരം ആ ശുംഭാസുരൻ അസംഖ്യം ബാണങ്ങൾ കൊണ്ട് ദേവിയെ മൂടി. ആ ദേവിയും അതുനിമിത്തം കോപത്തോടു കൂടിയവളായിട്ട് ബാണങ്ങളെ കൊണ്ട് വില്ലിനെ മുറിക്കുകയും ചെയ്തു. അങ്ങനെ അനന്തരം ആ ദുഷ്ടനായ ശുംഭാസുരൻ എന്ത് ചെയ്യുകയാണ്? അസംഖ്യം ബാണങ്ങളെ കൊണ്ട് ദേവിയെ മൂടുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? നിഷ്പ്രയാസം തന്നെ ബാണങ്ങളെയെല്ലാം മുറിക്കുകയാണ്. തന്റെ വില്ലിനെ കൊണ്ട് ആ ബാണങ്ങളെയെല്ലാം ദേവി നിഷ്പ്രയാസം മുറിക്കുകയാണ്. ചിന്നേധനുഷി ദൈത്യേന്ദ്രസ്തദാ ശക്തിമദാദതേ ചിച്ഛേദ ദേവി ചക്രേണ താമപ്യസ്യാകരേ സ്ഥിതാം. അനന്തരം ആ അസുരശ്രേഷ്ഠനായ ശുംഭൻ വില്ല് മുറിക്കപ്പെട്ടപ്പോൾ വേലിനെ എടുത്തു. ദേവി അവന്റെ കയ്യിലിരിക്കുന്ന ആ വേലിനെയും ചക്രായുധം കൊണ്ട് മുറിച്ചു. അങ്ങനെ അനന്തരം ആ അസുരൻ എന്ത് ചെയ്യുകയാണ്? ആ അസുരനായ ശുംഭൻ വില്ല് മുറിക്കപ്പെട്ടപ്പോൾ തന്റെ വേലിനെ എടുക്കുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്? നിഷ്പ്രയാസം തന്നെ ആ വേലിനെയും തന്റെ ചക്രായുധം കൊണ്ട്, ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ ചക്രായുധം കൊണ്ട് നിഷ്പ്രയാസം ദേവി ആ വേലിനെയും മുറിക്കുകയാണ്. തതഃ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമൽ അഫ്യാദാവദതാം ദേവി ദൈത്യാനാമതിപേശ്വരഃ. അനന്തരം ദാനവാദിപന്മാരുടെ നായകനായ ശുംഭൻ വാളും പ്രകാശത്തോടു കൂടിയ പരിചയം എടുത്തുകൊണ്ട് ആ ദേവിയുടെ നേരെ ഓടി. അനന്തരം ദാനവാദിപന്മാരുടെ നായകനായ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? വാളും പ്രകാശത്തോടു കൂടിയിട്ടുള്ള തന്റെ പരിചയം എടുത്തുകൊണ്ട് ആ ദേവിയുടെ നേരെ ഓടി വരികയാണ്. തസ്യാപതത ഏവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈഃ ശിതൈർബാണൈർ ചർമ്മ ചാർക്കകരാമലം. അവൻ നേരിട്ട് ഓടി വരുമ്പോൾ തന്നെ സൂര്യരശ്മികൾ തട്ടി പ്രതിഫലിച്ചു മിന്നുന്ന അവന്റെ വാളിനെയും പരിചയെയും ചണ്ഡികാദേവി വില്ലിൽ നിന്ന് എയ്ത ബാണങ്ങളെ കൊണ്ട് വേഗത്തിൽ മുറിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? അവന്റെ വാളിനെയും പരിചയെയും തന്നെ നിഷ്പ്രയാസം തന്നെ വില്ലിൽ നിന്ന് എയ്ത തന്റെ അമ്പുകൾ കൊണ്ട് നിഷ്പ്രയാസം ദേവി മുറിക്കുകയാണ്. സദാ തഥാ ദൈത്യഃ ചിന്നധന്വാ വിസാരതീഹ
ജഘ്രാതമുദ്ഗരം ഘോരമംബികാ നിധനോദ്യത. ആ ശുംഭൻ കുതിരകളും നശിച്ച് വില്ലും മുറിഞ്ഞ് വിഗതനായ സാരഥിയോട് കൂടിയവനായിട്ട് ദേവിയെ കൊല്ലുന്നതിന് ഉദ്യതനായി ഭയങ്കരമായ ഗദയെ എടുത്തു. അങ്ങനെ ആ ദുഷ്ടനായ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? കുതിരകളും നശിച്ച് വില്ലും മുറിഞ്ഞ് വിഗതനായിട്ട് മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സാരഥിയോട് കൂടിയവനായിട്ടും ദേവിയെ കൊല്ലുന്നതിന് ഉദ്യതനായി ഭയങ്കരമായിട്ടുള്ള ഒരു ഗദയെ, ആ ദുഷ്ടനായ അസുരൻ ഒരു ഗദയെ എടുക്കുകയാണ്. ചിച്ഛേദാപതസ്യ മുൽഗരം നിശിതൈഹ ശരൈഹ തദാഹവിസോഭവ്യദാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ. ദേവി അടുത്തു വരുന്ന അവന്റെ ഗദയെ മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് മുറിച്ചു. എന്നിട്ടും അവൻ വേഗത്തോടുകൂടി കൈ ചുരുട്ടി പൊക്കി പിടിച്ചുകൊണ്ട് ദേവിയുടെ നേരെ ഓടി. അപ്പം ദേവി അടുത്തു വരുന്ന കണ്ടപ്പോൾ അവന്റെ ഗദ മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് ദേവി മുറിക്കുകയാണ്. എന്നിട്ടും അവൻ എന്ത് ചെയ്യുകയാണ്? വേഗത്തോടുകൂടി കൈ ചുരുട്ടിക്കൊണ്ട് മുഷ്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ദേവിയുടെ നേരെ ഇങ്ങനെ ഓടി വരും. അപ്പൊ ദേവി എന്ത് ചെയ്യണം? ഇങ്ങനെ വലിയ ഭയങ്കര കോപിഷ്ഠയായിട്ട് ദേവി ഇങ്ങനെ നിൽക്കുകയാണ്. സമുഷ്ടിം പാദയാമാസ ഹൃദയേ ദൈത്യപുംഗവഃ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയൽ. അസുരശ്രേഷ്ഠനായ ആ ശുംഭൻ ദേവിയുടെ മാറിടത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചു. ആ ചണ്ഡികാദേവിയും അവന്റെ മാറിടത്തിൽ കരതലം കൊണ്ട് അടിച്ചു. അങ്ങനെ ആ ദുഷ്ടനായ അസുരൻ ഓടി വന്നിട്ട് എന്ത് ചെയ്യണം? ദേവിയുടെ മാറിടത്തിൽ ഇങ്ങനെ തന്റെ മുഷ്ടി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യണം? ദേവി തന്റെ കരുതലം കൊണ്ട് ആ ദുഷ്ടനായ അസുരനെയും ഇടിക്കുകയാണ്. ആ ശുംഭനെയും ദേവി തിരിച്ച് മർദ്ദിക്കുകയാണ്. സുരുത്തരപദേ വ്യാഘ്രപുഗ്ഗാ വർഷവ കുഞ്ചരാഹ സിംഹശാർദൂലനാഗാദ്യഃ പുംസി ശ്രേഷ്ഠാർദ്ധ ഗോചരാഹ സമുഷ്ടിം താടയൽ സ്വാഹാ തലപ്രഹാരാഭിഹതോ നിപപാദാ മഹീതലേ സ ദൈത്യരാജഃ സഹസാ പുനരേവാ തദോദിതഃ. ആ ദൈത്യരാജാവായ ശുംഭൻ ദേവിയുടെ കരതലം കൊണ്ട് താടിക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ പതിച്ചു. വേഗത്തിൽ പിന്നെയും മുമ്പിലത്തെ പോലെ എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ദുഷ്ടനായ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? ദേവിയുടെ കരതലം കൊണ്ട് താടിക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ പതിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വേഗത്തിൽ പിന്നെയും മുമ്പത്തെ പോലെ തന്നെ ആ ദുഷ്ടനായ ശുംഭൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ഉൽപത്യ ച പ്രകൃച്ഛോച്ഛ്യർ ദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാരാ യുയുധേ തേന ചണ്ഡിക. ശുംഭൻ ചാടി ദേവിയെ പിടിച്ചിട്ട് ഉച്ചത്തിൽ ആകാശത്തിൽ സ്ഥിതി ചെയ്തു. അവിടെയും ചണ്ഡികാദേവി നിരാധാരയായി അവനോട് യുദ്ധം ചെയ്തു. അങ്ങനെ ശുംഭൻ എന്ത് ചെയ്യുകയാണ്? ചാടി ആ ദേവിയെ പിടിച്ചിട്ട് ഉച്ചത്തിൽ തന്നെ ആകാശത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ചണ്ഡികാദേവി എന്ത് ചെയ്യണം? നിരാധാരയായി അവനോട് യുദ്ധം ചെയ്യണം. അങ്ങനെ ആകാശത്തിൽ പോയി നിന്നിട്ട് ദേവി ശുംഭനോട് യുദ്ധം ചെയ്യുകയാണ്. ഉൽപത്യ ച ചണ്ഡികാ സ്വാഹാ നിയുക്തം ഗേ തദാ ദൈത്യ ചണ്ഡികാ ച പരസ്പരം ചക്രദൂഹ പ്രഥമം യുദ്ധം മുനിവിസ്മയകാരകം. അപ്പോൾ ആകാശത്തിൽ വെച്ച് ശുംഭാസുരനും ചണ്ഡികാദേവിയും തമ്മിൽ മുനിമാർക്ക് ആശ്ചര്യത്തെ ഉണ്ടാക്കത്തക്ക വണ്ണം ആദ്യമായി ബാഹുയുദ്ധം എന്ന യുദ്ധം ചെയ്തു. അങ്ങനെ അപ്പോൾ തന്നെ ആകാശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ശുംഭാസുരനും ചണ്ഡികാദേവിയും തമ്മിൽ മുനിമാർക്ക് തന്നെ ആശ്ചര്യത്തെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്യുകയാണ്. ആകാശത്തിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ ആ ആകാശത്തിലെ യുദ്ധം ആർക്കൊക്കെ കാണാം? മുനിമാർക്കും ദേവന്മാർക്കും ദേവിമാർക്കും എല്ലാവർക്കും തന്നെ ദർശിക്കാൻ കഴിയും. അങ്ങനെ ആകാശത്ത് വെച്ച് തന്നെ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. തതോന്നു യുദ്ധം സുചിരം കൃത്വാ തേനാംബികാ സഹ ഉൽപാത്യാ ഭ്രാമയാമാസ ചിക്ഷേപാധരണീതലേ. ചണ്ഡികാദേവി അവനോട് വളരെ കാലം ബാഹുയുദ്ധം ചെയ്തിട്ട് അവനെ ഉയർത്തി കറക്കി ഭൂമിയിലേക്ക് എറിഞ്ഞു. അങ്ങനെ ചണ്ഡികാദേവി വളരെ കാലം ആയി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? ചണ്ഡികാദേവി അവനെ ഇങ്ങനെ കറക്കിയിട്ട് ഉയർത്തി കറക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? നിഷ്പ്രയാസം അവനെ ഭൂമിയിലേക്ക്, ആ ശുംഭനെ ഭൂമിയിലേക്ക് പതിപ്പിക്കുകയാണ്, എറിയുകയാണ്. സക്ഷിപ്തോധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ വേഗതഃ അവ്യദാവത ദുഷ്ടാത്മാ ചണ്ഡികാനീന്ദനേച്ഛയാം. ഭഗവതിയാൽ എറിയപ്പെട്ട ആ ദുഷ്ട സ്വഭാവനായ ശുംഭനാകട്ടെ ഭൂമിയിൽ പതിച്ചിട്ട് വേഗത്തോടു കൂടിയവനായിട്ട് ചണ്ഡികാദേവിയെ നിഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി മുഷ്ടിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരിട്ട് ഓടി. എന്നിട്ടോ ആ ദുഷ്ടനായ അസുരനെ ഭൂമിയിൽ എറിഞ്ഞ് ദേവി പതിപ്പിച്ചു. എന്നിട്ട് കൂടി അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? അവൻ എണീറ്റ് ദേവിയുടെ നേർക്ക് ഓടി വരികയാണ്. താമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാദയാമാസാ ഹിത്വാ ശൂലേന വക്ഷസി.
അനന്തരം നേരിട്ട് വരുന്നവനും എല്ലാ അസുരജനങ്ങൾക്കും സ്വാമിയുമായ ശുംഭന ദേവി ശൂലം കൊണ്ട് മാറിടത്തിൽ കുത്തിയിട്ട് ഭൂമിയിൽ പതിപ്പിച്ചു. അനന്തരം ഈ നേരിട്ട് വരുന്നവനും എല്ലാ അസുരജനങ്ങൾക്കും സ്വാമിയുമായിട്ടുള്ള ആ ശുംഭനെ ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ ശൂലം കൊണ്ട് മാറിടത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് ശൂലം കൊണ്ട് അവനെ കുത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഭൂമിയിൽ ദേവി പതിപ്പിക്കുകയാണ്. സഗതാ സുഖാപപാതോർവ്യാം ദേവി ശൂലാഗ്രവീക്ഷതഃ ചാലയൻ സകലാം പൃഥ്വീം സാബ്ദിദീപാം സപർവതാം. ദേവിയുടെ ശൂലാഗ്രം കൊണ്ട് മുറിക്കപ്പെട്ട ആ ശുംഭൻ സമുദ്രങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ ഇവയോട് കൂടിയ ഭൂമണ്ഡലം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട് മൃതനായി ഭൂമിയിൽ വീണു. അങ്ങനെ ദേവിയുടെ ശൂലാഗ്രം കൊണ്ട് മുറിക്കപ്പെട്ട ആ ദുഷ്ടനായിട്ടുള്ള ശുംഭാസുരൻ എന്ത് ചെയ്യുകയാണ്? സമുദ്രങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ ഇവയോട് കൂടിയ ഭൂമണ്ഡലം മുഴുവൻ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? മൃതനായിട്ട് മരിച്ച് ഭൂമിയിൽ ആ ദുഷ്ടനായ അസുരൻ വീഴുകയാണ്. തതഃ പ്രസന്നമഖിലം ഖദേ തസ്മിൻ ദുരാത്മനി ജഗത്സ്വാസ്യാമദീപാവാഹ്വാം നിർമ്മലം ചാഭവന്നഭഃ. ആ ദുഷ്ടൻ ഹതനായപ്പോൾ അത് നിമിത്തം എല്ലാം പ്രസന്നമായി. ജഗത്ത് ഏറ്റവും സുഖത്തെ പ്രാപിച്ചു. ആകാശവും നിർമ്മലമായി ഭവിച്ചു. ജഗത്ത് മുഴുവനും ദേവിയാൽ ആ ദുഷ്ട സ്വഭാവനായ ശുംഭൻ ഹതനായപ്പോൾ, അപ്പൊ ദേവിയുടെ കൈകൊണ്ട് ആ ദുഷ്ടനായിട്ടുള്ള ശുംഭൻ മരിച്ചപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ ജഗത്ത് മുഴുവനും എന്താവുകയാണ്? പ്രകാശത്തോടു കൂടിയതായിട്ട് ഏറ്റവും സ്വസ്ഥതയെ പ്രാപിച്ചു. ആകാശവും നിർമ്മലമായി ഭവിച്ചു. ആകാശവും നിർമ്മലമായി ഭവിക്കുകയാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഇതിന് വിപരീതമായിരുന്നു എന്ന് താല്പര്യം. അപ്പൊ ഇവൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്യണം? ഈ ഭൂമണ്ഡലവും ആകാശവും സ്വർഗലോകങ്ങളും എല്ലാ ലോകങ്ങളും വളരെ കഷ്ടതയിലായിരുന്നു. എന്നാൽ ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? പ്രകാശത്തോടു കൂടി, ജഗത്ത് മുഴുവൻ പ്രകാശത്തോടു കൂടിയതായിട്ട് ഏറ്റവും സ്വസ്ഥതയെ പ്രാപിക്കുകയാണ്. ആകാശവും നിർമ്മലമാവുകയാണ്. ഉൽപാദമേകഹാസോൽക്കായേ പ്രകാശംസ്തേ ശമം യയൂഹ സരിതോ മാർഗവാഹിന്യസ്തദാഹ സംസ്തത്രപാതിതേ. ശുംഭാസുരൻ മരിക്കുന്നതിന് മുമ്പിൽ ഉണ്ടായിരുന്ന നിമിത്ത സൂചകങ്ങളായ കൊള്ളിമിനോട് കൂടിയ മേഘങ്ങൾ ശമിച്ചു. ശുംഭൻ പതിക്കപ്പെട്ടപ്പോൾ നദികൾ മാർഗവാഹിനികളായും ഭവിച്ചു. അങ്ങനെ അതേപോലെ പ്രകൃതിക്ക് തന്നെ വളരെയധികം ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ദുഷ്ടജനങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ പ്രകൃതിയും ശാന്തയാകും. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലും അങ്ങനെ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ രാമരാവണ യുദ്ധം ഉണ്ടായപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി ആ രാവണനെ വധിച്ചില്ലേ, അപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയിലെല്ലാം സ്വസ്ഥതയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ ദുഷ്ടനായിട്ടുള്ള ശുംഭനെ ദേവി വധിച്ചപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തില് സ്വസ്ഥതയുണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ദുഷ്ടജനങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി തന്നെ നമ്മുടെ ഭൂമി, നമ്മുടെ പ്രപഞ്ചം എല്ലാം വളരെ സുരക്ഷിതമാകുന്നതായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തതോ ദേവഗണാഃ സർവേ ഹർഷനിർഭരമാനസാഃ ബുഭൂർനിഹതേ തസ്മിൻ ഗന്ധർവാ ലളിതം ജഗൂഹ. ദേവിയാൽ ആ ശുംഭാസുരൻ നിഹതനായപ്പോൾ സകല ദേവഗണങ്ങളും സന്തോഷപൂർണ്ണ ഹൃദയന്മാരായി തീർന്നു. ഗന്ധർവന്മാർ മനോഹരമായി ഗാനം ചെയ്തു. അങ്ങനെ ദേവിയാൽ ഈ ശുംഭാസുരൻ വധിക്കപ്പെട്ടപ്പോൾ സകല ദേവഗണങ്ങളും സന്തോഷപൂർണ്ണ ഹൃദയരായി തീരുകയും നൃത്തം ചെയ്യുകയും അതുപോലെ ഗന്ധർവന്മാർ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. അവാദയം സ്തദൈവാന്യേ നന്ദ്രുത്തുശ്ചാപ്സരോഗണാഃ വവുഹ പുണ്യാസ്തദാവാത സുപ്രഭോ ബാഹുദീവാകരഃ. വേറെ ചിലർ വാദ്യഘോഷം ചെയ്തു. അപ്സരസുകളുടെ കൂട്ടങ്ങൾ നൃത്തം ചെയ്തു. അപ്രകാരം തന്നെ നല്ല കാറ്റുകൾ വീശി. സൂര്യൻ നല്ല പ്രഭയോട് കൂടിയവനായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്യണം? ചിലർ എന്ത് ചെയ്യണം? വാദ്യഘോഷങ്ങൾ മുഴക്കുകയാണ്. അപ്സരസുകളുടെ കൂട്ടങ്ങളാകട്ടെ നൃത്തം ചെയ്യുകയാണ്. അപ്രകാരം തന്നെ നല്ല കാറ്റ് വീശുകയാണ്. ശുദ്ധമായി ശ്വസിക്കുകയാണ് എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യണം? സൂര്യൻ നല്ല പ്രഭയോട് കൂടിയവനായി തീർന്നു. അങ്ങനെ പ്രകൃതിക്ക് തന്നെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ജജ്വല്ലുച്ഛാഗ്നയഃ ശാന്താഃ ശാന്താ ദിഗ്ജനിതസ്വനാം. അഗ്നികൾ ശാന്തങ്ങളായി ജ്വലിക്കുകയും ദിക്കുകളിൽ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ ശമിക്കുകയും ചെയ്തു. അങ്ങനെ അഗ്നികളെല്ലാം എന്ത് ചെയ്യുകയാണ്? ശാന്തമാവുകയും ശാന്തങ്ങളായി ജ്വലിക്കുകയും അതുപോലെ ദിക്കുകളിൽ ഉണ്ടായിരുന്ന ആ ശബ്ദങ്ങളെല്ലാം, ആ ഘോരമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ശമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വളരെ ശാന്തമാവുകയാണ്. ജഗാ ജജ്വലു ജനിതസ്വനാഃ സ്വാഹാ
इति श्रीमार्कण्डेयपुराणे सावर्णिके मन्वन्तरे देवी माहात्म्ये शुम्भवधो नाम दशमोऽध्यायः। सर्वं श्रीनारायण्यार्पणमस्तु, सर्वं श्रीजगदम्बार्पणमस्तु, सर्वं श्रीभद्रार्पणमस्तु. അപ്പോൾ ഇതാണ് നമ്മുടെ ശുംഭവധം. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇങ്ങനെയുള്ള ദുഷ്ടർ ഒരുപാട് ഭൂമിയിൽ ഉണ്ടാവുമ്പോഴാണ് ഈ ഭൂമിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടരുടെ ആ ദുഷ്ട സ്വഭാവങ്ങളെല്ലാം മാറി അവരെല്ലാം നല്ലവരാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷ്ടരുടെ നിഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഭൂമിയിൽ സമാധാനം ഉണ്ടാവുന്നത്, സന്തോഷം ഉണ്ടാവുന്നത്, ഭൂമിയിൽ ഐശ്വര്യം ഉണ്ടാവുന്നത്, നമുക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവുന്നത്. അപ്പോ അങ്ങനെ ദുഷ്ടരായിട്ടുള്ളവരുണ്ടെങ്കിൽ നല്ലവരായിട്ടുള്ളവർ അവരെ തിരുത്തി കൊണ്ടുവരാന്നുള്ളതാണ്. അതായിരിക്കണം നിങ്ങളുടെ കർത്തവ്യം. നിങ്ങൾക്ക് ദേവിയെ പോലെ ചിലപ്പോൾ ശൂലമെടുത്തവരെ കുത്താൻ കഴിയില്ല, വധിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ തെറ്റായിട്ട് പോകുന്നവരെ നിങ്ങൾ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരോട് സൗമ്യമായി സംസാരിച്ച് അവരെ സമാധാനപരമായിട്ട് കൊണ്ടുവരാൻ നോക്കുക. അതിലും നമുക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പരുഷമായിട്ട് അവരോട് പറഞ്ഞ് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. അതിലും അവര് ഇതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര മനുഷ്യരെ നമുക്ക് നേരെ ആക്കി കൊണ്ടുവരാൻ പറ്റും? മദ്യം, മയക്കുമരുന്ന്, അല്ലാതുള്ള വിഷയങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് എത്ര പേര് നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ കഴിയുമോ അത്രയും നമുക്ക് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ കടാക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദുഷ്ടരായിട്ട് ദുഷ്ടമനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ മനസ്സുകളെ നല്ല മനസ്സാക്കി എത്ര പേർക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രയും നല്ലതായിരിക്കും. ഈ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് മരണശേഷം എന്താ പറയാ, വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദേവിയെയും ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിക്കാം. ദേവിയോട് ആ മോക്ഷത്തിന് വേണ്ടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റെവിടെയും കിട്ടിയില്ലെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഒന്നും ആവാൻ കഴിയില്ല, നിങ്ങൾ മാംസമൊക്കെ ഭക്ഷിക്കുന്നു, പക്ഷെ നിങ്ങൾ ഒരുപാട് മാംസാഹാരങ്ങൾ ഭക്ഷിക്കാതിരിക്കുക. അമിതമായിട്ട് മാത്രം ഭക്ഷിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നു ദേവി ഭക്തർക്ക്. എന്നാലും അത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ദേവിയെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു പോയിട്ടുണ്ടെങ്കിലും ദേവിയോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവിയുടെ കൂടെയെങ്കിലും മരണശേഷം ദേവിയുടെ കൂടെയെങ്കിലും ഒരു സൈന്യത്തില് ദേവിയുടെ സൈന്യമായിട്ടെങ്കിലും ആ ദേവിമാരിലൊരു ദേവി ആയിട്ട് ആ ഒരു അംശമായിട്ട് ആ ഒരു സൈന്യമായിട്ടെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഉയരാൻ കഴിയും. നിങ്ങൾക്ക് ആധ്യാത്മികതയിൽ ഉയരാൻ കഴിയും. അവിടെ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയും. അപ്പൊ അതിനൊക്കെയുള്ള ആ ഒരു മോക്ഷമാർഗവും ആ ദേവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു താഴ്മയിൽ വന്ന ആ ദേവിയുടെ എല്ലാം ദാസന്മാരാണ് അല്ലെങ്കിൽ ദാസികളാണ് നമ്മൾ എന്നുള്ള ആ ഒരു താഴ്മയിൽ വന്ന് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അത്രയും പരിശുദ്ധമാകുമ്പോൾ മറ്റുള്ളവരെയും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അവരെ കൂടെ നേർവഴിക്ക് കൊണ്ടുവരുമ്പോൾ, നയിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ഭഗവതിയെ നമ്മൾ ദർശിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഇപ്പോഴും ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്, അല്ലെ? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ ആ വിപത്തുകളിൽ നിന്നെല്ലാം ദേവി നമ്മളെ സംരക്ഷിക്കട്ടെ, അതിന് കൂടെ വേണ്ടി ദേവിയോട് നമുക്കിത് സമർപ്പിക്കാം. അങ്ങനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ 90 ദിവസം, ഇനി ഒരു 90 ദിവസം കഴിയുമ്പോൾ ഈ ഡാം നശിക്കും എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഡാമിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നവർ തന്നെ ഈ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ യൂട്യൂബിൽ ഒരിത് കണ്ടിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് പറയുന്നുണ്ട്, അവർ അത്രയും ദയനീയമായിട്ട് അവര് ശക്തമായിട്ട് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആരാ കേൾക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ടും കുറെ ചർച്ചകൾ നടത്തുന്നു, അങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതിലേ ഉള്ളൂ. ഇത് ഇറങ്ങി അത് പ്രവർത്തിച്ച് അത് ശരിയാക്കാൻ വേണ്ടി അത് പ്രവർത്തിക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ടാക്കുക. ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ടാക്കണമെങ്കിൽ അതിനും നമുക്ക് ദേവിയോട് തന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് അവർക്ക് അങ്ങനെ ഒരു ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ടാക്കി അവരത് ശരിയാക്കട്ടെ. അങ്ങനെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കൂ, വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷെ വയനാട്ടില് ഇതിനു മുന്നേ കുറെ നാളുകൾക്ക് മുൻപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മാംസങ്ങളെയൊക്കെ, അതായത് ഗോമാംസങ്ങളൊക്കെ അവര് നിരത്തിൽ കൊണ്ടുവന്ന് മുറിച്ച് അവര് ഭക്ഷിക്കുന്നതായിട്ട് അവര് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു.
ഈ ഇടയ്ക്ക് വെച്ചൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഗോമാതാവ് എന്ന് പറയുന്നത് സകല ദേവീ ദേവന്മാരുടെ ഇരിപ്പിടമാണെന്നാണ് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ. അതുകൊണ്ട് അതിനെ അങ്ങനെ ക്രൂരമായിട്ട് ഭക്ഷിക്കുന്ന തെറ്റായ കാര്യം തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ അവർ തെറ്റ് ചെയ്തു. അപ്പൊ ആ തെറ്റ് ചെയ്തവരുടെ കൂടെ നല്ല ആൾക്കാരും കൂടിയാണ് ആ ഒരു ഇതില് പെട്ടുപോയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അധർമ്മങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുമ്പോഴാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ പ്രകൃതിക്ക് തന്നെ, ആ ദേവിക്ക് തന്നെ ഇത് താങ്ങി നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. ദേവിയുടെ ആ ശക്തി മുഴുവൻ ഉപയോഗിച്ചായിരിക്കും ആ ദേവി, ആ പ്രപഞ്ച ശക്തി ഇത് താങ്ങി നിർത്തുന്നത്. ആ ഭഗവാനും അതിന് സഹായിക്കുന്നുണ്ട്, ഭഗവാനും അത് താങ്ങി നിർത്തുന്നത്. ആ നാരായണനും നാരായണിയും ആ ഭദ്രാദേവിയും ഒക്കെ ശിവഭഗവാനും ഒക്കെ അത് താങ്ങി നിർത്തും. പക്ഷെ അതും കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് ഉണ്ട്, അവർക്കും അത് താങ്ങി നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട് ഭൂമിക്ക് താങ്ങുന്നതിനും. അതും കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലുകളും ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഇങ്ങനെയുള്ള ഡാം പൊട്ടുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് മനസ്സുരുകി ദേവിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ എത്രയൊക്കെ പേർക്ക് കഴിയുമോ അത്രയൊക്കെ പേര് ഇറങ്ങിത്തിരിക്കുക. ഇതൊക്കെ എത്ര പേരിൽ എത്തിക്കാൻ കഴിയുമോ അത്രയും പേരിൽ എത്തിക്കാന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ മനുഷ്യനായിട്ട് നമ്മൾ ഭൂമിയിൽ ജനിച്ചതിനൊരു അർത്ഥം ഉണ്ടാവുന്നത്. അതായത് സ്വാർത്ഥപരമായിട്ട് നമ്മുടെ കാര്യം മാത്രം എന്ന് വിചാരിച്ച് സ്വാർത്ഥപരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ആ ഒരു ദേവീ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം നമുക്ക് ഉണ്ടാവുകയില്ല, ആ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ നമ്മക്കൊണ്ട് നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, നമുക്കൊണ്ട് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും വലിയ കാര്യമാണ്, അത്രയും വലിയ പുണ്യമാണ്. അല്ലാതെ സ്വാർത്ഥപരമായിട്ട് വെറുതെ മറ്റുള്ള പാവങ്ങളെ ദ്രോഹിച്ചിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല, അതായിരിക്കും നമുക്ക് തന്നിട്ടുള്ള വിധി. പക്ഷെ നമ്മൾ അധർമ്മം ചെയ്ത് ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് സമാധാനപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ കരുതേണ്ടത്. പിന്നെ തരുന്ന സമയത്ത് തരട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ സമാധാനപ്പെടുക. നിങ്ങൾ ദൈവത്തെ, ഭഗവാനെ, ഭഗവതി ഒന്നും നിങ്ങൾ തള്ളി പറയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ഓരോരുത്തരും എത്രയോ പേര് കൈകാലുകൾ, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഈ വയനാട്ടിൽ ഇത്രയും സംഭവം ഉണ്ടായി, എത്രയോ പേരാണ് മരിച്ചത്. പക്ഷെ ഇവര് മരിക്കുമ്പോൾ ഇവരുടെ വീടോ കുടിയോ എന്തെങ്കിലും അവർ കൊണ്ടുപോയി, അവരുടെ ജീവൻ പോലും അവർക്ക് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനിയെങ്കിലും നേരെ ചൊവ്വേ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിച്ച്, എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നന്മ ചെയ്ത് അങ്ങനെ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജീവിച്ചിട്ട് ആ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് പറയുന്നത്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു, സർവം ശ്രീ ഭദ്രാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. സുനീഷ്, ഡോപ്പാമൈൻ, ബിപിൻ കൃഷ്ണ, ബിജേഷ് തിരുപ്പതി 7867, ബിജേഷ് രാമു 7867 തിരുപ്പതി, റംഷി മുഹമ്മദ്, റംഷി, മുകേഷ് ശവാൻ, മിഥുൻ മുഹമ്മദ്, അജിത്ത്, നിഖിൽ ടാ മണിലാൽ, ഫുഡീസ്, ആകാശ് ഗംഗാസ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചിലപ്പോൾ ഈ നല്ല ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിന് വന്ന് കളിയാക്കുന്നവര്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാൻ ഒന്നുമില്ല. കാരണം ഞാൻ അങ്ങനെയുള്ളതൊന്നും പ്രതികരിക്കാറില്ല. ഇനിയിപ്പോൾ എനിക്ക് അവരോട് പറയാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്ന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. അത് ഞാനൊരു എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ അത് വന്നിട്ട് എനിക്ക് ആ ഒരു ഭക്തി വന്നിട്ട് എനിക്ക് അതിങ്ങനെ പറയണമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പേരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമുക്കൊരു നന്മ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട്. ഇത് ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും പ്രകൃതിക്ക് നല്ലതാണ്.
ആ ഒരു പവർ നമുക്ക് ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് ദേവിയുടെ ഒരു സംരക്ഷണവും ഉണ്ടാവും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് അത് ഇഷ്ടമല്ലാച്ചാ നിങ്ങൾ കാണണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ, നിങ്ങൾ എൻ്റെ ലൈവിൽ കയറുകയും വേണ്ട. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആരെയും പിടിച്ച് വലിച്ചിട്ട് നിങ്ങൾ വരൂ എൻ്റെ ലൈവ് കാണുമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ആരാ വരുന്നേ അവർ വരിക, കാണുക, അവർ പോവുക എന്നുള്ളതാണ്. അല്ലാതെ വേറെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഞാൻ അതൊന്നും കേൾക്കാനൊന്നും നിൽക്കാറില്ല. അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലവരായിട്ടുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയും നന്നാവാത്തവരെല്ലാം നല്ലതിലേക്ക് വരട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി അടുത്ത അധ്യായം എന്ന് പറയുന്നത് 11ാം അധ്യായമാണ്, നാരായണീ സ്തുതിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.